ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ നേരെ നമ്മൾ ഓൾ ടൈമറിൽ പോകും. ഓൾ ടൈമറിൽ നമ്മുടെ ദീപുവിൻ്റെ വണ്ടി കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് അറിയാം, ഡുക്കാറ്റി മൾട്ടിസ്ട്രാഡ V4S. അപ്പോൾ ഗൈസ്, വെൽക്കം ടു അനദർ റൈഡ്. അധികം ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാൻ നമുക്ക് വളരെ രമ്യതയിൽ ഇവിടുന്ന് നീങ്ങാം. കാരണം വെറുതെ ആളുകൾ വെറുപ്പിക്കണ്ടല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ഹെൽമെറ്റും ഗ്ലൗസ് എല്ലാം അതിൽ നിന്ന് എടുക്കാം. പിന്നെ ഇത് ഫിറ്റ് ചെയ്യണം, ആക്ഷൻ ക്യാം ഫിറ്റ് ചെയ്യണം, നമ്മുടെ ബാഗ് തിരിച്ചു വെക്കണം. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഇവിടെ ഓൾ ടൈമേഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു മോട്ടോർ സൈക്കിൾ പാർട്സും എല്ലാം ഉള്ള ഒരു ആക്സസറി ഷോപ്പ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ആദ്യം പോകും. അപ്പോൾ അവിടെ വെച്ച് ദീപിനെ ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ എന്നുള്ളത് നമുക്കറിയില്ല. പോയിട്ട് നോക്കണം എന്താ അവസ്ഥ എന്നുള്ളത്. ചിലപ്പോൾ അവിടുന്ന് നമ്മൾ കുതിര വിടും, ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ചില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചിങ്ങോട്ടനെ വരും. ഇന്നത്തെ പ്ലാൻ എന്താ നോക്കാം. ഓട്ടോഡ്രോമിലാണ് ഓൾ ടൈമേഴ്സ് ഉള്ളത്. ഈ ബാഗ് നമ്മുടെ സന്തത സഹചാരിയാണ്. കാരണം നമ്മുടെ പവർ ബാങ്കും അത്യാവശ്യ കാര്യങ്ങളെല്ലാം അതിലുള്ളത്. അതുകൊണ്ട് ബാഗ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ആദ്യം ആസ് ഓൾവേസ് ആദ്യം ഹെൽമെറ്റ്, പിന്നെ ഗ്ലൗസ്. ഹെൽമെറ്റ് വെക്കുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ക്യാമറ മൗണ്ട് ചെയ്യാം. 2-3 ദിവസം ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഇതെല്ലാം വർക്കിംഗ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് മൈക്ക് സെറ്റായി. ഇനി നമ്മുടെ മൈക്കിൻ്റെ ഗെയിന് ചിലപ്പോൾ ഒന്ന് കൂട്ടേണ്ടി വരും. കാരണം എന്തോ എനിക്ക് സംസാരിക്കുന്നതിൻ്റെ ലെവൽ കുറവാണോ എന്നൊരു ഡൗട്ട്. അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്കിൻ്റെ സൗണ്ട് കുറവാണ് എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ അടുത്ത വീഡിയോ മുതൽ നമ്മൾ മൈക്കിൻ്റെ ഗെയിൻ ഒന്ന് കൂട്ടി വെച്ചേക്കാം, എന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇനിയൊന്നും മറന്നില്ലല്ലോ, കീ അവിടെ വെച്ചു, ഫോൺ പോക്കറ്റിലുണ്ട്, ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്യണം, അല്ലാതെ മാപ്പ് കിട്ടും. പക്ഷെ മാപ്പിൻ്റെ ആവശ്യമില്ല, നമുക്ക് മാപ്പിൻ്റെ ആവശ്യമില്ല. ഓട്ടോഡ്രോമിക്ക് ഇത് ഈസി. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്നാവോ. അപ്പോൾ ഈ ക്യാമറ ഉള്ളതുകൊണ്ട് ഒരു ഉപകാരമുണ്ട്. ഓക്കെ, ഇതിലെന്താ കാണുന്നത് നമുക്ക് ഏകദേശം കാണാം. ഓക്കെ, കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നിങ്ങൾ കേൾക്കുന്നത് ഇതിലെ ഓഡിയോ. ഓക്കെ, ഇനി നേരെ അടുത്ത ക്യാമറയിലോട്ട് പോകാം. ഇൻ 3, 2, 1. There we go. അപ്പോൾ ഇനി ഇത് ഓഫ് ചെയ്യാം. സേവ് ആയില്ലേ? ഒന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇനി ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് കേസിൽ തന്നെ തിരിച്ചു വെച്ച് ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് വെക്കാം. ഗെയിൻ ഒന്ന് ചേഞ്ച് ചെയ്യണം നോക്കട്ടോ. ചെറുതായിട്ട് ഗെയിൻ ഒന്ന് ചേഞ്ച് ചെയ്തു. ഇത് കുറച്ചുകൂടെ കൂടുതലുണ്ടായിരിക്കും ഗെയിൻ കഴിഞ്ഞ വീഡിയോനേക്കാളും. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. ഈശ്വര, ക്യാമറ കേട് വരില്ലേ? ഇങ്ങനെ വെക്കാം. കാരണം ഓസ്മോ പോക്കറ്റ് 3 ആണ്, റിസ്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഏതാ മുതലല്ലേ? ആദ്യം എന്ത് ചെയ്യാം, ജാക്കറ്റ് സ്യൂട്ട് ചെയ്തില്ല, സിപ്പ് ചെയ്തില്ല, അതാദ്യം ചെയ്യാം. കാരണം നമ്മുടെ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ജാക്കറ്റ് സിപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജാക്കറ്റ് സിപ്പ് ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത് ഡൺ, സെറ്റ്. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം, നമ്മൾ സംസാരിക്കുന്ന നേരം കൊണ്ട് വണ്ടി ഒന്ന് ചൂടായിക്കോട്ടെ. ബൂം ബൂം ബൂം. നമ്മുടെ ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. നേരെ കോൾഡ് സ്റ്റാർട്ട് ബേബി, ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഗൈസ്, വെൽക്കം ടു അനദർ വ്ലോഗ്. ഒരു 4 ദിവസം നമ്മൾ ചെറുതായിട്ടൊന്നൊരു ചെറിയൊരു കുഞ്ഞു സ്മോൾ ബ്രേക്ക് എടുത്തു. ബാക്ക് ടു റൈഡിങ്. പ്രശ്നം എന്തുണ്ടായെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, അതാണ് നമ്മുടെ പാർക്കിംഗ്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന നമ്മുടെ പടക്കുതിര അൾട്ടിമയ്ക്ക് ചെറുതായിട്ട് AC പണി കിട്ടി ഞാൻ തിരിച്ചു വന്നപ്പോൾ. അപ്പോൾ AC ശരിയാക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു കംപ്രസർ ഇഷ്യൂ ആണ്, കംപ്രസർ മാറ്റണം. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, കംപ്രസർ മാറ്റിയേക്കാം. ഇതേ കിടക്കുന്ന 1500 dirhams. അത് കഴിഞ്ഞ് പിന്നെ അവർ പറഞ്ഞു കണ്ടൻസർ കംപ്ലൈൻറ്റ് ഉണ്ട്, കണ്ടൻസർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, കണ്ടൻസർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്തോളൂ. ഇതേ കിടക്കുന്ന അടുത്ത 500. അത് എന്താണ് ഒരു കരിഞ്ഞ മണമൊക്കെ? കുറേ കാലത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതാണോ? ഓക്കെ, ഫോൺ ഇവിടെ ഉണ്ട്. അങ്ങനെ കംപ്രസർ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു ഫോൺ കൂടെ ഉണ്ടല്ലോ ഇതിവിടെ, അതിൻ്റെ തപ്പുറത്ത് ഇത് വേറെ ബാറ്ററി. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓക്കെ, കംപ്രസർ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. കംപ്രസർ ചേഞ്ച് ചെയ്തു പറഞ്ഞു. ഓക്കെ, അത് എല്ലാം ഓക്കെ ആക്കി വന്നു എന്ന് തോന്നിയപ്പോൾ അവർ പറഞ്ഞു കണ്ടൻസർ ചേഞ്ച് ചെയ്യണം. AC കണ്ടൻസർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതും ഇതേ കിടക്കുന്ന അടുത്ത കാശ്. അത് കഴിഞ്ഞ് ഓക്കെ സ്റ്റാർട്ട്. ബൂം, പൊടിയാട്ടോ വണ്ടി. അപ്പോൾ അന്ന് ഞാനൊരു 3 മണി, ഏകദേശം രാവിലെ 9 മണിക്ക് പോയിട്ട് ഒരു 3 മണി വരെ ഫോൺ സ്റ്റാൻഡ് കോഡ് ലോക്കിൻ്റെയാണ്. ഇതിൽ നമ്മൾ ഇന്നിപ്പോൾ ഫോൺ ആവശ്യമില്ല, നമുക്ക് അവിടെ ചെന്നിട്ട് ഫോൺ എടുക്കാം. ഇപ്പോൾ നമ്മുടെ ആവശ്യമില്ല. അപ്പോൾ കഥ ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ന്യൂട്രൽ ആണല്ലോ ഉള്ളത്, കണ്ടില്ലേ? ന്യൂട്രൽ N കാണുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് ഇനി നമ്മൾ Dയിലോട്ടിടും. അപ്പോൾ ഈ N മാറിയിട്ട് ഇവിടെ ഉണ്ടോ D വന്നു. Dൻ്റെ തൊട്ട് മേലെ 1 എന്ന് വന്നു. അത് നമ്മുടെ ഗിയർ. ഇനി ഓട്ടോമാറ്റിക്. അപ്പോൾ ഗൈസ്, മിറർ എല്ലാം ഓക്കെ ഉള്ളൂ, എല്ലാം എടുത്തിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് നീങ്ങാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയതോടെ കണ്ടൻസർ ചേഞ്ച് ചെയ്യണം. കണ്ടൻസർ ചേഞ്ച് ചെയ്യാൻ രാവിലെ എന്നിട്ട് ഞാൻ ഇത് രണ്ടും അപ്രൂവൽ കൊടുത്തു. ഓക്കെ, അവർ പറഞ്ഞു 4 hours കഴിഞ്ഞ് ഇത് സെറ്റ് ആവും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ 9 മണിക്ക് പോയാൽ ഞാൻ 3 മണി വരെ ഞാൻ അവിടെ ഇരുന്നു. ഇതിപ്പോൾ ശരിയാവും എന്നുള്ള പ്രതീക്ഷയിൽ 3 മണി വരെ ഞാൻ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 3 മണി ആവാറായപ്പോൾ എല്ലാം ഫിറ്റ് ചെയ്ത് അവർ ടെസ്റ്റ് ചെയ്യാൻ നേരത്തെ മേലെ എന്നോട് വിളിച്ചു ഒന്ന് താഴെ വരണം. താഴെ പോയപ്പോൾ അവർ പറഞ്ഞു ഐ ആം ദിസ് സോറി. ഇത് രണ്ടും ചേഞ്ച് ചെയ്തപ്പോൾ ഇവാപ്പറേറ്റർ എന്തോ ലീക്ക് ഉണ്ട് അത്ര ഡാഷ്ബോർഡിൻ്റെ. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണേൽ ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇവാപ്പറേറ്റർ ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞു.
ഇവാപ്പറേറ്റർ ലീക്ക് ഉണ്ടോ സ്ഥിതിക്ക് അത് ചേഞ്ച് ചെയ്യണം. ഇവാപ്പറേറ്റർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഡാഷ്ബോർഡ് കംപ്ലീറ്റ്ലി ഊരണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ ഈ മുടക്കിയതിൻ്റെ പുറമെ ഇനി ഒരു 1500 കൂടെ മുടക്കണം. ഒരു ദിവസം വണ്ടി അവിടെ ഇടണം. കാരണം ആ ഡാഷ്ബോർഡ് കംപ്ലീറ്റ്ലി ഊരി ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് തിരിച്ച് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ല ഒരു മുട്ടൻ പണി 2-3 ദിവസത്തേക്ക് ഇപ്പോൾ വണ്ടി കയ്യിലില്ല. ചൂടാണ് കേട്ടോ. വണ്ടി അവിടെ ഇട്ടു. അതാണ് നമ്മുടെ പാർക്കിംഗ് ഒഴിഞ്ഞു കിടക്കുന്നത്. ഇതായിരുന്നു ആ ഒരു വലിയ കഥ. അങ്ങനെ പാർക്കിംഗ് ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കാറില്ല. അപ്പോൾ അതുകൊണ്ട് ബൈക്ക് മാത്രമാണ് ഇപ്പോൾ ശരണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നും ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി കടമെടുത്തു. നാളെ നമ്മുടെ വണ്ടി ഇറങ്ങേണ്ടതാണ്. അപ്പോൾ ഇന്ന് ആ ഒരു 3-4 ദിവസം ഈ വണ്ടിയുടെ കാറിൻ്റെ പുറകെ ആയതുകൊണ്ട് എനിക്ക് ഈ ബൈക്കും കൊണ്ട് ഇറങ്ങാനുള്ള മൂഡും ഉണ്ടായില്ല, സമയം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഒരു 3-4 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ബൈക്ക് കൊണ്ട് ഇറങ്ങുന്നത്. കാരണം പൊട്ടിപ്പിടിച്ച് പണ്ടാറടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലത്തെ സെക്കൻഡ് വൈസറും കൂടെ താഴ്ത്തിയിടാം. നമ്മുടെ 2 വൈസറുണ്ട്. ഞാൻ അടുത്ത പ്രാവശ്യം ഹെൽമെറ്റ് വരുമ്പോൾ കാണിച്ചു തരാം. 2 വൈസറുണ്ട്. ഒരെണ്ണം ക്ലിയർ വൈസറും ഒരെണ്ണം ടിൻറ്റഡും. അപ്പോൾ ടിൻറ്റഡ് വൈസർ ഉള്ളിലൊരു ഗ്ലാസ് പോലെ, അത് നമ്മുടെ എന്താ പറയുക റൈഡിങ് ഗ്ലാസ് പോലെ. അപ്പോൾ ഇപ്പോൾ അതും കൂടെ താഴ്ത്തി വെച്ചിട്ടുണ്ട്. കാരണം വെയിൽ കാണാമല്ലോ. ഇതിൽ നോക്കിയ പ്രാണികൾ അടിച്ച പാടുകൾ നോക്കിയ വൈസറിൽ അന്ന് കുതിരയെ പോയപ്പോൾ കിട്ടിയ പ്രാണികളാണെന്ന് തോന്നുന്നു. കാലാവസ്ഥ, ഇപ്പോഴത്തെ കാലാവസ്ഥ ദുബായ് ഇന്നത്തെ ദിവസം, ഇന്ന് ഡേറ്റ് എത്ര, 30 അല്ലേ, 29. നല്ല ചൂട്, പൊരിഞ്ഞ ചൂട്. ഉച്ചയ്ക്ക് വണ്ടി കൊണ്ട് ഇറങ്ങിയപ്പോൾ, പകൽ വണ്ടി കൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ കാറിൽ ടെമ്പറേച്ചർ കാണിക്കുന്നത് 44-45 റേഞ്ചിലാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. പെട്രോൾ ഏകദേശം ഓൾമോസ്റ്റ് ഫുൾ ടാങ്ക് തന്നെ ഉണ്ട്. അത് ഫുൾ ടാങ്ക് എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുന്ന വഴിക്ക് കുതിരയിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇത്രയും ഓടിച്ച് വീട്ടിലേക്ക് എത്തില്ലേ, അപ്പോൾ അത് കത്തിപ്പോയിട്ടുണ്ടാവും. ബാക്കി എല്ലാം നമ്മുടെ എത്തുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ നേരെ നമ്മൾ ഓൾ ടൈമറിൽ പോകും. ഓൾ ടൈമറിൽ നമ്മുടെ ദീപുവിൻ്റെ വണ്ടി കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് അറിയാം, ഡുക്കാറ്റി മൾട്ടിസ്ട്രാഡ V4S. അപ്പോൾ അതിൽ ലൈറ്റ്സ് വെക്കണം. അപ്പോൾ ഇതെല്ലാം വെച്ച് ക്രാഷ് ഗാർഡ് എല്ലാം എക്സ്ട്രാ കുറേ ആക്സസറീസ് ഫിറ്റ് ചെയ്തു. അപ്പോൾ ലൈറ്റ് അവൻ കുറച്ച് ലൈറ്റുകൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വെക്കണം എന്നുള്ള ഒരു പ്ലാനിലാണുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ അന്ന് പോയി കൊട്ടേഷൻ എടുത്തു. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നല്ല റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് ഉണ്ട്, ചില്ലറ റേറ്റ് ഒന്നുമല്ല. അപ്പോൾ അത് അന്ന് തൽക്കാലത്തേക്ക് നീട്ടി വെച്ചത്. അപ്പോൾ ഇന്നിനി പോയിട്ട് മിക്കവാറും അവനത് ഇന്ന് കൊടുക്കാൻ പറ്റില്ല, 2 ദിവസം സമയം എടുക്കുമെന്ന് പറഞ്ഞത്. അതായത് അവൻ്റെ പ്ലാൻ അനുസരിച്ച് അതിൽ വെക്കണം എന്നുണ്ടെങ്കിൽ 2 ദിവസം സമയം എടുക്കും. അവൻ ഉദ്ദേശിച്ച രീതിയിൽ ഫിറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഫ്രൈഡേ നൈറ്റ് നമുക്ക് റൈഡ് ഉണ്ട്. കുതിരയ്ക്കായിരിക്കും മിക്കവാറും. അതോ ഇനി ജബൽ ജയ്സ് വല്ലതും പോകുമെന്നറിയില്ല. അപ്പോൾ ഫ്രൈഡേത്തെ റൈഡിന് മുന്നേ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. അത് നടക്കും തോന്നില്ല. അതുകൊണ്ട് അവൻ അത് മൺഡേ കൊടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ റൈഡ് കഴിഞ്ഞിട്ട് മൺഡേ കൊടുത്ത് ഒരു 2 ദിവസം കൊണ്ട് ലൈറ്റ്സ് എല്ലാം ഫിറ്റ് ചെയ്ത് വണ്ടി തിരിച്ചു വിടും. അപ്പോൾ ഇപ്പോൾ പകൽ വെളിച്ചായതുകൊണ്ട് നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് വണ്ടി. കാരണം ഇതുവരെ നമ്മളെല്ലാം വ്ളോഗ് ചെയ്തിട്ടുള്ള എല്ലാം രാത്രിയാണ്. ഇന്നൊരു ചേഞ്ചിന് നമ്മൾ പകൽ വെളിച്ചത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ചേഞ്ച് അല്ല, ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ ഞാൻ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്യാമറ ഇവിടെ വർക്കിംഗ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്യാമറ വർക്കിംഗ് ആണ്. പിന്നെ നേരത്തെ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്തത് ഓസ്മോ പോക്കറ്റ് 3 ആണ്. അപ്പോൾ അതും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചത് നമ്മൾ ഈ റെഡി ആവുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതും എല്ലാം അതിലെടുക്കാം. പിന്നെ അതുപോലെ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് എടുക്കേണ്ട ക്ലിപ്സ് എല്ലാം അതിലെടുക്കാം. പിന്നെ വേറെ ഒരു ഐഡിയയും കൂടെ എൻ്റെ മൈൻഡിൽ തോന്നിയത്, നമ്മളിതിന് തൊട്ട് മുന്നേ ഉള്ള ക്യാമറ നമ്മുടെ GoPro Hero 5 നമുക്ക് ഇവിടെ ഹാൻഡിൽ ബാറിൽ എവിടെയെങ്കിലും നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് എന്നെ ഫേസ് ചെയ്തിട്ട് ചെയ്യാം. അതാകുമ്പോൾ എനിക്ക് ഇവിടുന്ന് ഞാൻ എക്സ്പ്രഷനും മോന്തിയൊന്നും കാണാൻ പറ്റില്ല, ഹെൽമെറ്റ് അല്ലേ. പക്ഷെ എന്നാലും ഇതുപോലെ കയ്യിൻ്റെ എക്സ്പ്രഷനും ഒരു രസമല്ലേ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫ്രെയിം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഈ ഫ്രെയിമിൽ കുറച്ച്, പിന്നെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ആക്ഷൻസോ എന്തെങ്കിലും തല ആട്ടുന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് അതങ്ങനെ മാറ്റി എയ്ബലിന് പണി കൂടും. അത്രയേ ഉള്ളൂ നമ്മുടെ എഡിറ്റർ. പക്ഷേ രസമായിരിക്കും, നമ്മൾ കാണുന്നവർക്ക് ഒരു എന്താ പറയുക, ഒരു ചേഞ്ച് ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഇമീഡിയറ്റ് വ്ളോഗിങ് റിലേറ്റഡ് പ്ലാൻസ്. ഇനി ലൈഫ് അപ്ഡേറ്റ്സ് പറഞ്ഞത് നേരത്തെ പറഞ്ഞാൽ ഏറ്റവും വലിയ അപ്ഡേറ്റ് അതാണ്. വണ്ടിക്ക് പണി കിട്ടി, AC പണി കിട്ടി. ഈ ചൂടത്ത് AC ഇല്ലാണ്ട് ഓടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വണ്ടി ശരിയാക്കാൻ തീരുമാനിച്ചു. ഞാൻ അതിൻ്റെ ഇടയിൽ റെൻറ്റിനെടുത്താലോ എന്ന് ആലോചിച്ചതാണ് വണ്ടി. അതായത് വേറെ ടെൻഷനൊന്നുമില്ല. വണ്ടി റെൻറ്റിനെടുത്താൽ ആ റെൻറ്റ് അടച്ചു പോവുക, പെട്രോൾ അടിച്ച് ഓടിയാൽ മതി. മെയിൻ്റനൻസ് നോക്കണ്ട, വേറെ റിന്യൂവൽ നോക്കണ്ട, ഇൻഷുറൻസ് നോക്കണ്ട, ടെൻഷൻ ഫ്രീയാണ്. പക്ഷെ അത് നമ്മൾ നോർമൽ ഒരു വണ്ടി സ്വന്തം വണ്ടി ഉപയോഗിക്കുന്നതിനേക്കാളും വെച്ച് നോക്കുവാണെങ്കിൽ എക്കണോമിക്കലി ഒരു നല്ല ഡിസിഷൻ അല്ല. നോക്കാം. എൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ, കാരണം എൻ്റെ കയ്യിലുള്ള അൾട്ടിമ 2015 അൾട്ടിമ, ഇപ്പോൾ 10 വർഷമായ വണ്ടി. 3.5 ലക്ഷം കിലോമീറ്റർ ഓടി എൻ്റെ അൾട്ടിമ. അപ്പോൾ 3.5 ലക്ഷം കിലോമീറ്റർ ഓടി. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി ഒരു സംഖ്യ ചിലവായി, ഈ ഒരു AC റിലേറ്റഡ് കാര്യങ്ങളെല്ലാം. പിന്നെ നാട്ടിൽ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ അന്ന് വേറെ എന്തോ ഒരു ഫോൾട്ട് വണ്ടിക്ക് വന്നപ്പോൾ അതിലും അവിടെയും കുറച്ച് ചിലവായി. അപ്പോൾ ഇതും കൂടെ ഞാൻ ഇത്രയും കാശ് കൊടുത്ത് ഫിക്സ് ചെയ്യും. ഇനി ഒരു പ്രശ്നം കൂടെ, ഏകദേശം ഒരു 1000-1500 ദിറംസിൻ്റെ റേഞ്ചിൽ ഇനി ഒരു മെയിൻ്റനൻസും കൂടെ ഒരു 1-2 മാസത്തിൻ്റെ ഉള്ളിൽ വരുമെന്ന് കണ്ടാൽ ഞാൻ നേരെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിടും, റെൻ്റ് കാർക്ക് നീങ്ങും. പിന്നെ ഒരു കുറച്ച് മാസം നമ്മളൊന്ന് ക്യാഷൊക്കെ ഒന്ന് സെറ്റായി, ഫണ്ടെല്ലാം സെറ്റായി വരുവാണെങ്കിൽ നമുക്കൊരു വണ്ടി വേറെ എടുക്കുവാണെങ്കിൽ മിക്കവാറും ഞാൻ ലീസിനായിരിക്കും എടുക്കുന്നത്. ലീസ് ഓപ്ഷൻ ഉണ്ട്, ലീസ് ടു ഓൺ എന്ന് പറഞ്ഞിട്ട് ഒരു 2-3 വർഷത്തേക്ക് ലീസ് ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വണ്ടിയുടെ എമൗണ്ട് കൊടുത്തിട്ട് വണ്ടി അങ്ങ് വാങ്ങാം. അങ്ങനെ ഒരു പ്ലാൻ മൈൻഡിലുണ്ട്.
എല്ലാം കണ്ടറിയാം, നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ തൊട്ട് മുന്നേ ഉള്ള ഒരു ക്ലിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ കയറി അങ്ങ് കത്തി. മെയിൻ എപ്പിസോഡ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ടൈമിൽ പറഞ്ഞു ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, അത് റീലാക്കിയിട്ട് പൊളിക്കും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ പിടക്കി. അങ്ങനെ അവനത് നല്ലൊരു മ്യൂസിക്കും കയറ്റി സെറ്റാക്കി ഒരു സാധനം ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്തിട്ട് തന്ന് അത് കയറി അങ്ങ് കത്തി. ഇപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ എത്ര 620K 6.4 ലക്ഷം വ്യൂസ് ഓൾമോസ്റ്റ്. ഒന്നും കൂടെ ഒന്ന് അഹഞ്ഞു പിടിച്ച് ഈ പോക്ക് പോയാൽ നമുക്കൊരു 1 മില്യൺ ഒക്കെ എത്തിക്കാം, കണ്ടറിയാം. അപ്പോൾ അതൊരു നമ്മൾ പ്ലാൻ ചെയ്യാതെ കിട്ടിയ ഒരു സൗഭാഗ്യം എന്നൊക്കെ പറയില്ലേ. എന്തായാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ, ഇൻസ്റ്റാഗ്രാമിലെ ലൈക്ക് ഇത്ര കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു സന്തോഷം. പക്ഷെ നമ്മൾ വേറൊരു രീതിക്ക് ആലോചിക്കുകയാണല്ലേ, ഇൻസ്റ്റാഗ്രാമിൽ അത്രയും പേര് അത് കണ്ടു എന്ന് പറയുന്നതിന് ഒരു വലിയ കാര്യമില്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം 6.5 ലക്ഷം പേര്, 6 ലക്ഷത്തിൽ പോട്ടെ, അതിൽ കുറേ പേര് സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ടാവും, കുറേ പേര് രണ്ടാമത് കണ്ടിട്ടുണ്ടാവും, എല്ലാം ഉണ്ടാവും, അതിൽ പകുതി എടുക്കാം. ഒരു 3 ലക്ഷം പേര് അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആലോചിച്ച് നോക്കി. 3 ലക്ഷം പേര് ഞാൻ പറയുന്നത് കേട്ടു. കുളിര്. എനിക്കങ്ങനെ അത്യാഗ്രഹമൊന്നുമില്ല, വൈറലാവണം എന്നുള്ള അത്യാഗ്രഹങ്ങളൊന്നുമില്ല. ആയാൽ ഞാൻ എടുക്കും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ നമുക്ക് കുറച്ച് നല്ല സോളിഡ് ഒരു എന്താ പറയുക, ഒരു റൈഡിങ് ഫാമിലി, എന്താ കന്നന്തിരിവ് റൈഡിങ് ഫാമിലി അല്ല, മാന്യമായിട്ട് റോഡ് മാനേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് വേണം. ഈ സ്റ്റണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ലാതെ മാന്യമായിട്ട് റൈഡ് ചെയ്യാം. അതായത് റൈഡിങ് എൻജോയ് ചെയ്യുന്നവർ, വെറുതെ റോട്ടിൽ കൂടെ കിടന്ന് അലക്കുന്ന ടൈപ്പ് പരിപാടിയല്ല. റൈഡിങ് എന്ന് പറയുന്നതിൻ്റെ ആ കോർ റൈഡിങ് എൻജോയ് ചെയ്യുന്നത്, അത് ഏത് വണ്ടിയാണെന്നില്ല, എന്ത് സ്പീഡാണെന്നല്ല. ഹൈ സ്പീഡിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല, എനിക്കിഷ്ടമാണ് സ്പീഡ്, ആർക്കും ഇഷ്ടമല്ലാത്ത. പക്ഷേ അതിലും കൂടുതൽ പ്രയോറിറ്റി ഉള്ള വേറെ ഒരുപാട് കാര്യങ്ങൾ ലൈഫിലുള്ളതുകൊണ്ട് അങ്ങനത്തെ അക്രമാസക്തമായ കാര്യങ്ങളിലോട്ട് നമ്മൾ നീങ്ങുന്നില്ല. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, നല്ല ഒരു മര്യാദയുള്ള റൈഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. അതാണ് എൻ്റെ മൈൻഡിലുള്ള ഒരു ആഗ്രഹം, ഒരു കുഞ്ഞാഗ്രഹം. എൻ്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, ഇവിടുന്ന് എനിക്കൊന്ന് കുറേ ദൂരെയാണ്. ആ റൈറ്റ് സൈഡിൽ ഒരു ബ്രൗൺ ബോർഡ് കാണുന്നുണ്ട്, സൈൻ. അവിടെ ആദ്യം ഒരു പോസ്റ്റ് ഉണ്ട്, ഒരു പച്ച കളർ, അത് പെട്രോൾ സ്റ്റേഷൻ്റെ പോസ്റ്റാണ്. അത് കഴിഞ്ഞ് ഗ്ലോബൽ വില്ലേജിൻ്റെ എക്സിറ്റ്. ഈ ഇതിലൂടെ റൈറ്റ് കയറി പോയാൽ ഈ പമ്പിലെത്തും, ഈനോക്കിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നെസ്കഫേയുടെ ഒരു മെഷീൻ ഉണ്ട്. ഈ നെസ്കഫേയുടെ മെഷീനിൽ കാരമൽ കാപ്പച്ചീനോ ഒരു സാധനമുണ്ട്. ആരെങ്കിലും അത് കുടിച്ചിട്ടില്ലെങ്കിൽ, ദുബായിലുള്ളവരാണെങ്കിൽ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയാം, കമൻറ്റിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഒന്ന് ടാഗ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം. ഞാൻ ഇതുവഴി എപ്പോഴൊക്കെ പോകുന്നുണ്ടോ മാക്സിമം ഒരു 80% 70% സമയം ഞാൻ അവിടെ കയറിയിട്ട് ആ കാരമൽ കാപ്പച്ചിനോ കുടിച്ചിട്ടാണ് പോവാം. അതാണ് ആ പമ്പ്, അതാണ് ഞാൻ പറഞ്ഞ പമ്പ്, പെട്രോൾ സ്റ്റേഷൻ. ടെക്സാസ് ചിക്കനൊക്കെ ഉണ്ട് അവിടെ. ഒരു കാലത്ത് ഞാൻ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ടെക്സാസ് ചിക്കൻ. അത് പറഞ്ഞപ്പോൾ ഭക്ഷണത്തിൻ്റെയും നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നാട്ടിൽ പോയല്ലേ, ഞാൻ നാട്ടിൽ പോയി തായ്ലൻഡ് എല്ലാം കറങ്ങി വന്നപ്പോഴേക്കും ഏകദേശം തടി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഈശ്വര, ഇനി നാവെടുത്ത് ഇനി നാളെ മുതൽ തീറ്റ കൂടി വീണ്ടും വയറ് ചാടുന്നു. വയറ് ചാടിയിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ ഞാൻ പോയതിനേക്കാളും വയറ് കുറവാണ്. വയറ് നല്ല ജനറലി ഒരു വെയിറ്റ് പോയതിനേക്കാളും കുറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് എ ഗുഡ് തിങ്. അബുദാബിയിൽ നിന്ന് ദുബായിലോട്ട് പോരുന്ന ഡയറക്ഷനിലുള്ള ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രൻസ്. കഴിഞ്ഞ ദിവസം നമ്മൾ വ്ളോഗ് എടുത്ത് പോയല്ലോ, കഴിഞ്ഞ ദിവസം അതിപ്പോൾ എഡിറ്റ് ചെയ്യുന്നുള്ളൂ, ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും, ഈ എപ്പിസോഡ് ഇറങ്ങുന്നതിന് മുന്നേ ഇറങ്ങിയിട്ടുണ്ടാവും, ഒരു കുദ്ര റൈഡ്. ഞാൻ ആ വ്ളോഗ്, ആ കുദ്ര റൈഡ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ഞാൻ ഹെൽമെറ്റിൽ നിന്ന് ഈ ക്യാമറ ഊരി ഹെൽമെറ്റിൽ നിന്ന് എടുത്തിട്ട് എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ബാക്കിലുള്ള ബാഗ് ഉണ്ടല്ലോ, കേസ്, അതിൻ്റെ മേലെ വെച്ചു. എന്നിട്ട് ഞാൻ എല്ലാം സ്യൂട്ടെല്ലാം ഊരി ഞാൻ നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ എണീറ്റപ്പോഴാണ് എൻ്റെ പുതിയ ക്യാമറ. നേരെ എണീറ്റ് വേഗം ഓടി ഒരു ടീഷർട്ട് എടുത്തിട്ടിട്ട് നേരെ താഴെ വന്നപ്പോൾ അതുപോലെ അവിടെ ഇരിക്കുന്നുണ്ട് വണ്ടിയുടെ മേലെ. അപ്പോഴാണ് ഒന്ന് സമാധാനം. കാരണം പുതിയത് വാങ്ങിയിട്ട് നമ്മൾ അധികം യൂസ് ചെയ്തില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഈ എക്സിറ്റ് എടുത്താൽ ചെറുതായിട്ട് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ടോ. ഉംസുക്കയും എടുത്താലോ? ഉംസുക്കയും എടുക്കാം, ബാക്കി വിൽ സി. ഇതെടുത്തിട്ട് മോട്ടോർ സിറ്റി കയറാം. പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് വേറൊരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ ഫോണുണ്ടല്ലോ, ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോണിൻ്റെ മൗണ്ട് ഞാൻ ഇവിടെ നിന്ന് ഈ ഫ്രണ്ടിലോട്ട് മാറ്റണം എന്നുള്ളൊരു ഐഡിയ എൻ്റെ മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡിസ്ട്രാക്ഷനും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വ്ളോഗാണല്ലോ മെയിൻ. വ്ളോഗ് എടുക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് കാണാത്ത അവിടെ ഒരു സാധനം വെറുതെ കൊത്തിപ്പിടിച്ചിരിക്കുന്ന പോലെ ഒരു ഫീൽ. ഞാൻ കഴിഞ്ഞ വ്ളോഗ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയതാണ് മുന്നിൽ തന്നെ ഫോൺ വെക്കണ്ട, ഇവിടെ തന്നെ ഈ താഴെ ഇരുന്നോട്ടെ. അങ്ങോട്ട് നോക്കി ട്രാഫിക് ആ സൈഡിലോട്ട്, ഷാർജ സൈഡിലേക്കുള്ള ട്രാഫിക്കാണ്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ആ ഓട്ടോഡ്രോമിൻ്റെ കാഴ്സ് കഫേയും കഴിഞ്ഞ് തൊട്ടപ്പുറത്താണ്. സത്യം പറയല്ലോ, ഓൾ ടൈമേഴ്സിൽ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. യെസ്, ഞാൻ അതും മറന്നുപോയി പറയാൻ. ഓൾ ടൈമേഴ്സിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഷെൽഫിൽ ഒരു വലിയ ഷോറൂമാണ്, ആക്സസറീസിൻ്റെ വലിയ ഷോറൂം. പക്ഷേ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരൊറ്റ ഐറ്റത്തിൻ്റെ പ്രൈസ് ടാഗ് അവിടെ കൊടുത്തിട്ടില്ല. എന്തിനെങ്കിലും വില അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയണം ഇന്ന ബ്രാൻഡിൻ്റെ ഇന്ന സാധനത്തിന് ഇത്രയും വിലയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ സാധനം അവിടെ നിന്ന് എടുത്തിട്ട് ബില്ലിംഗ് കൗണ്ടറിൽ പോയിട്ട് ചോദിച്ചു നോക്കണം, ഇതിനെന്താ റേറ്റ്. അതൊരുമാതിരി പരിപാടിയില്ല, അതെനിക്ക് ഇഷ്ടമായിട്ടില്ല. കാരണം നമ്മളെപ്പോലുള്ള ഇന്ത്യക്കാരൊക്കെ വില നോക്കിയിട്ടാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക.
ഇന്ന് നമ്മൾ ബാലക്ലാവ് ഒന്നും ഇട്ടില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലക്ലാവ് ഒന്നിട്ട് നോക്കണം. ചോദിച്ചു പോകാം. വൈസർ പൊക്കി വെക്കാം. വൈസർ പൊക്കി കാറ്റ് വരുമ്പോൾ ഒരു പ്രത്യേക സുഖം. ഓ, ഇത് ബഹ്റൈൻ വണ്ടിയല്ലേ. വണ്ടികളൊക്കെ ഇപ്പോൾ ഇനി നോക്കി തുടങ്ങണം. എന്തെല്ലാം വണ്ടികളാണ് കാണാൻ രസമുള്ള വണ്ടികൾ. ഇത് കാണാൻ രസമുള്ള വണ്ടികൾ ഏത്, ഓടിക്കാൻ രസമുള്ള വണ്ടികൾ ഏത്, ഇത് രണ്ടും കൂടെ ഉള്ള വണ്ടികൾ ഏത്, ഇതെല്ലാം നോക്കി തുടങ്ങണം നമുക്ക്. അപ്പോൾ നമ്മുടെ വലതുവശത്ത് കാണുന്നതെല്ലാം ഓട്ടോഡ്രോമിലോട്ടുള്ളതാണ്. നമ്മളിനി നൈസായിട്ട് ലെഫ്റ്റ് കയറി. ഓഹ്, ഈ ദുബായ് രജിസ്ട്രേഷൻ വണ്ടി കൊണ്ട് ലോകം കറങ്ങുന്നൊന്ന് ആലോചിച്ച് നോക്കി. യോ, കുളിരുകുടിലേ. ഓക്കെ, ഇതാണ് ബൈക്കുകളുടെ ലൈൻ. എല്ലാ വണ്ടികളും ഈ വഴിക്കാണ്. സിഗ്നലുകളത് ഇവിടെ ഒന്ന്. ഇനി അതേ അപ്പുറത്ത് വരണം കൂടിയോ. ഗ്രീൻ ബേബി, ലെറ്റ്സ് ഗോ. നമുക്ക് അവിടെ നിന്ന് റൈറ്റാണ് എടുക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് പിടിച്ചു പോവാം. ഗ്രീൻ ലെറ്റ്സ് ഗോ ബോയ്സ്. കരീം, തലബാത്ത് ആൻഡ് ദെൻ മീ. എനിക്ക് ഒന്ന് ദീപ് ഓൾറെഡി എത്തിയിട്ടുണ്ടാവണം. വെൽക്കം ടു മോട്ടോർ സിറ്റി. എൻ്റെ അമ്മ, ഇവിടെ എത്രയും തിരക്കോ. നമ്മൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് വെറുതെ ബുദ്ധിമുട്ടി ക്ലച്ചേ പിടിച്ച് കളിക്കേണ്ട ആവശ്യമില്ല. ചിൽ ബേബി ചിൽ. ഓഹ്, എനിക്ക് ലീൻ ചെയ്യാൻ ഇങ്ങനെ മുട്ടുക. പക്ഷേ റിസ്ക് എടുക്കണം എന്നുള്ളൊരു താല്പര്യമില്ല. ഈ സ്യൂട്ടൊന്ന് എന്താ പറയുക, ഒന്ന് പുതിയ സ്യൂട്ട് വാങ്ങുമ്പോൾ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടല്ലോ, അതൊന്ന് കംഫർട്ടബിൾ ആവാനുണ്ട്. ഓക്കെ മമാൻ, ഓപ്പൺ ഇറ്റ് പ്ലീസ്. ഓ, എണീറ്റുന്ന വണ്ടി ഓടിക്കാൻ പ്രത്യേക സുഖം കേട്ടോ. ലെറ്റ്സ് ഗോ ടു ഓൾഡ് ടൈമേഴ്സ്. ഓ, മെക്ലാരൻ കിടക്കുന്നു നോക്കിയേ. ദീപിൻ്റെ വണ്ടിയല്ലേ ഇത്? അല്ലല്ലോ, ഇത് ക്ലോസ്ഡ് ആണോ? നോ വേ. ഇവിടെ ഇരിക്കട്ടെ വണ്ടി. ഓ, വേറൊരു നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതാണ് ഓൾഡ് ടൈമർ എന്ന് പറയുന്ന സ്ഥലം. ഫ്രണ്ടിൽ കുറേ ഇരിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. ഇത് ഇവിടെ ചെയറെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ജാക്കറ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നിന്ന് ചില്ല് ചെയ്യുക. അവിടെ കുറേ വണ്ടികൾ അതേ അവിടെ ഇരിപ്പുണ്ട്. പുറത്ത് കുറച്ച് വണ്ടി ഇട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ബാക്കിൽ നമ്മുടെ 2 വണ്ടികൾ അവിടെ കിടപ്പുണ്ട്. ഡിക്കാട്ടയും പാനികാലയും അതുപോലെ നമ്മുടെ ആഫ്രിക്കട്ടും. ഇത് രണ്ടും നമ്മുടെ ബാക്കിൽ ഇത് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്വീകരണ സ്ഥലത്തോട് നീങ്ങാം. എനിക്കൊന്ന് കറാമേ പോകണമെന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഒന്ന് കറാമേ പോയി എന്തെങ്കിലും ഒന്ന് കുടിക്കണം. എനിക്ക് ഭയങ്കര ദാഹം. ഞാനാണെങ്കിൽ വെള്ളം എടുക്കാനും മറന്നു. അപ്പോൾ അത് നോക്കാം. എന്തായാലും ഇത് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. നമ്മൾ ഒരു ഫ്ലോ അനുസരിച്ച്, ഒരു മൂഡ് അനുസരിച്ച് അങ്ങനെ നീങ്ങും. അപ്പോൾ നോക്കാം. പണി എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഓൾഡ് ടൈമറിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വെറുതെ ഇരിക്കണം. കാരണം ഉള്ളിൽ പോയിട്ട് എനിക്ക് കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ പുറത്ത് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ദീപ് ഉള്ളിൽ പോയിട്ടുണ്ട്. ദീപിന് ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റെല്ലാം ഫിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം ചോദിക്കാൻ ആശാൻ ഉള്ളിൽ പോയി. ഞാനിവിടെ പുറത്തിരുന്ന് കാറ്റ് കൊണ്ട് ഫോണിലും കളിച്ച് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത്ര ഉറപ്പില്ല പോകുന്നുണ്ടോയെന്ന്. മിക്കവാറും എനിക്ക് തോന്നുന്നു ഇന്നിനിപ്പോൾ എവിടെയും പോകാൻ ചാൻസ് ഇല്ല. നോക്കാം, പോകണമെങ്കിൽ പോവും, ഇല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകും. പിന്നെ നമ്മൾ ജിമ്മിന് ചേർത്തിട്ടുണ്ട്. അത് വല്ലതും നടക്കുമെന്നുള്ളത് നോക്കണം. കാരണം എന്തായാലും ബൈക്കുകളാണ്. അപ്പോൾ ജിമ്മിൽ പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം അല്ലെങ്കിൽ ശരിയാവില്ല. എൻ്റെ മുഖമൊക്കെ ഒരുമാതിരി എന്താ പറയുക, മൊത്തങ്ങ പരുവായിട്ടാണ് മുഖം. ഒരുമാതിരി മറ്റേ ബിരിയാണി ചെമ്പുണ്ടല്ലോ ഇങ്ങനെ വരുന്നത്, മറ്റേ അങ്ങനെ എൻ്റെ മുഖം ഇപ്പോൾ കാര്യമായിട്ട് എടുത്തേ പറ്റുള്ളൂ. ഫിറ്റ്നസ് ജേണിയല്ല. അപ്പോൾ ഇനി എടുത്തില്ലെങ്കിൽ മിക്കവാറും തട്ടിപ്പോകും. എന്തെങ്കിലും വല്ലതും വന്ന് പറ്റി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴേ കയ്യിൽ നിന്ന് പിടിച്ചാൽ നല്ലത്. 10-35 വയസ്സായി. 20കളിലൊക്കെ 20s ആയിരുന്നെങ്കിൽ പിന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഒരു 40siലോട്ട് ഒരു പകുതി വഴി എത്തി. അപ്പോൾ ഇനി അധികം റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് നോക്കണം. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ചില്ല് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്താ അടുത്ത പ്ലാൻ എന്നുള്ളത്. അപ്പോൾ ബാക്കി എങ്ങോട്ടാണ് പോകുന്നുള്ളത് അടുത്ത ക്ലിപ്പിൽ കാണാം. അപ്പോൾ നമ്മൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, പ്ലാൻ ഇല്ലാത്തതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. എങ്ങോട്ടോ പോകുന്ന അറിയില്ല. ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങും. ബാക്കി പോകുന്ന വഴിയെ നമ്മൾ തീരുമാനിക്കും. എങ്ങോട്ട് പോകാനുള്ള മൂഡ് അതനുസരിച്ച് നമ്മൾ നീങ്ങും. ഓക്കെ, വി ഗുഡ് ടു ഗോ. അപ്പോൾ ഓൾ ടൈമറുള്ള പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫോളോ ചെയ്ത് പോവാം. എങ്ങോട്ടാണെന്ന് ഒരു ഐഡിയ ഇല്ല. ലെറ്റ്സ് ഗോ. ഫോൺ രണ്ടും പോക്കറ്റിലിട്ടേക്കുക. ആവശ്യം വരില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ പോകുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ മെയിൻലി ലൈറ്റിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ചോദിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ, ലൈറ്റ്സ് നോക്കി അവിടെ ആ ബിൽഡിങ്ങിൽ. അവന് വണ്ടി ട്യൂൺ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ചമ്പേ, വൈസർ ഡൗൺ. ഒരു മൂഡ് അനുസരിച്ച് അങ്ങനെ പോവുക. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ദ പ്ലാൻ ഈസ് ഹാവിങ് നോ പ്ലാൻസ് അറ്റ് ഓൾ എന്ന് പറയില്ലേ. ഈ ക്യാമറ ആംഗിൾ ഒരു പെർമനൻറ്റ് പൊസിഷൻ ആക്കി സെറ്റ് ചെയ്യണം. എങ്ങോട്ടാണാവോ? ഇതിപ്പോൾ നേരെ 311 കാണും തോന്നുന്നു പോകുന്നത്.
നമ്മുടെ ജാക്കറ്റ് ഒരു ഇച്ചിരി ചൂടെടുക്കുന്നു കേട്ടോ. ശരി, ജാക്കറ്റ് ഇല്ലാണ്ട് പോയാൽ ശരിയാവില്ല. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, അവിടെയാണ് ക്രിക്കറ്റ് സ്റ്റേഡിയം. ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞത് ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ചുറ്റും എന്തെങ്കിലും ലൈറ്റ് വെക്കണം. അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടെന്ന് കണ്ടാൽ പോലും പറയില്ല. അർബൻ റൈഡ് ഇന്ന് അർബൻ റൈഡാണ്. ഫൈനലി നമ്മുടെ യൂഷ്വൽ റൂട്ടിൽ നിന്ന് ഒന്ന് മാറ്റി പിടിച്ചിരിക്കുന്നു. അൽഖേൽ റോഡ്, ജബീൽ. കറാമയിലോട്ടാണോ? അവിടെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞോളൂ നമുക്ക് കറാമയിൽ പോയി വല്ലതും കഴിച്ചാലോ അല്ലെങ്കിൽ കുടിച്ചാലോ. എനിക്കാണെങ്കിൽ ഭയങ്കര ദാഹമെന്ന്. ഐ ഹാവ് എ ഫീലിംഗ് ഇത് കറാമയിലോട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ദുബായ് ഹിൽസ് മോളിൽ പോയിട്ടൊന്നും കാര്യമില്ലല്ലോ. ഇല്ല, ദുബായ് ഹിൽസ് മോളിൽ പോയിട്ട് നമുക്ക് വലിയ കാര്യമില്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അൽഖേൽ റോഡിലെ ട്രാഫിക്കാണ് നിങ്ങളുടെ മുന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രാഫിക്കിലൂടെ നമ്മൾ തിരിഞ്ഞ് മറിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയില്ല. നമ്മൾ നേരത്തെ പോകുന്നു, തിരിഞ്ഞ് മറിഞ്ഞിട്ടൊന്നുമില്ല. വെറുതെ വേണ്ടാതിനെ വിളിച്ച് പറയാം. തോന്നുന്നില്ല വിളിച്ച് പറയാം. ബ്ലോഗാണെന്ന് വെച്ച് എന്തും പറ്റുന്നോ? എനിക്കിപ്പോഴും പിടി കിട്ടുന്നില്ല. ഇതിപ്പോൾ എങ്ങോട്ടാണെന്നുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല. ഫോളോ ചെയ്ത് പോകാമെന്ന് മാത്രം. ഒരു പൾസർ ഇതേ പോകുന്നത് ഡെലിവറി വണ്ടിയാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പൾസർ റെവല്യൂഷൻ തന്നെയായിരുന്നു കേട്ടോ. പൾസർ ഇറങ്ങിയ സമയം, ബജാജ് പൾസർ 150 180 ഒക്കെ ഇറങ്ങിയ സമയം. ചൂടാണ് കേട്ടോ. രാത്രിയാണെന്ന് വെച്ച് വലിയ മെച്ചമൊന്നുമില്ല, ചൂട് തന്നെ കേട്ടോ. ഇനി ആർക്കെങ്കിലും ഈ ഫെനിമോൺസ് വണ്ടറിങ് ചൂടാണോ അല്ലേ എന്നുള്ള സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചൂടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ അൽഖയിൽ നിന്ന് സുഖൈം റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ആ ബിൽഡിംഗ് നല്ല രസമുണ്ട് കേട്ടോ രാത്രി കാണാൻ. ഫർണിച്ചർ, ദ ആർട്ട് ഓഫ് ലിവിങ്. ജുമേറ പിടിക്കുവാണോ? എനിക്ക് തോന്നുന്നു ജുമേറ മേ ബി, അല്ലെങ്കിൽ ഷെയ്ഖ് സൈദ് റോഡ്. ദ മാൾ ഓഫ് എമിറേറ്റ്സിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജുമേറ ബീച്ചാണെന്ന് തോന്നുന്നു. അതെ, ഇത് നേരെ പോയ ബീച്ചിലോട്ടാണ്. ദുബായ് പോലീസ് അക്കാഡമിയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ. അവിടെയാണ് റൈപ്പ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വെന്യൂ ഉള്ളത്. വെന്യൂ അല്ല, ഒരു ഓപ്പൺ മാർക്കറ്റാണ്. എന്താ അതിന് പറഞ്ഞൊരു പേരുണ്ടല്ലോ. അതൊരു ഡേ ടൈം മാർക്കറ്റ്. കുറേ ചെറിയ കുഞ്ഞു സ്റ്റോളുകൾ, ഈ സ്റ്റാർട്ടപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, കുറച്ച് പേര് ഇപ്പോൾ ഹോം ബിസിനസ്സസ് ഒക്കെ ടൈപ്പ് അങ്ങനത്തെ അതിൻ്റെയൊക്കെ ഒരുപാട് സ്റ്റോളുകൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെ ഞാൻ ഒരുപാട് പ്രാവശ്യം പെർഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നവരുടെ എത്ര പേർക്ക് അറിയുന്നറിയില്ല. എൻ്റെ പ്രൊഫഷൻ സിംഗിങ് ആണ്. HYDYYS ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ ഒരുപാട് പ്രാവശ്യം പെർഫോം ചെയ്യുന്നുണ്ട്. അതെ, ബുർജുൽ അറബ് ബ്യൂട്ടിഫുൾ ബുർജുൽ അറബ്. വൈസറും തുറന്നാലോ? ഓക്കെ, വൈസർ ഈസ് ഓപ്പൺ. ജുമേറയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദീപും വൈസറൊക്കെ തുറന്നിട്ടാണ് ഓടിക്കുന്നുട്ടോ. എൻ്റെ സൈഡിൽ ബാഗ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും മറന്നു പോകുന്നു. വളരെ ക്ലോസ് ആയിട്ട് ചില സമയങ്ങളിൽ എടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം. എന്തായാലേ ആ വണ്ടിയിൽ 2 പേര് ഇരിക്കുന്നത്, 2 പേരും ഫോണിൽ. കുറ്റം പറയാൻ പറ്റില്ല, നമ്മളും അങ്ങനെ തന്നെ, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണോ. ആർക്കും തമ്മിൽ സംസാരിക്കാൻ നേരമില്ല. ഫോണിൽ സ്ക്രോളിങ് അല്ലെങ്കിൽ റീല് കാണാൻ തന്നെ ഒരു സ്ക്രോളിംഗ് ആണ്. എന്ത് രസമുള്ള ഹോട്ടൽസ് ലെഫ്റ്റ് സൈഡിലെല്ലാം. എനിക്ക് തല അങ്ങോട്ട് തിരിച്ച് വെച്ച് ഓടിക്കണം എന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. എൻ്റെ പടവനടിച്ച് വീട് പണ്ടാറടക്കും. എന്തിനാ വെറുതെ, എന്തിനാ നമ്മുടെ ചാനലിൻ്റെ പേര് എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? ടോസ്റ്റഡ് ത്രോട്ടിൽ. കീ മെയ്വൻസ്. ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെയൊക്കെ വലിയ ലോഗോ കൊടുക്കുന്നത് നല്ല രസമല്ലേ? ഒരു കുഞ്ഞ് നോർമൽ ക്ലീഷേ ബോർഡല്ലാതെ. എന്താ ചെയ്യാ? ഓ മൈ ഗാഡ്, millions of subscribers, fans all over the world. ഓ, ഇത് മറ്റേ ബൈക്കേഴ്സ് കഫേയോ എന്താ? ബൈക്കേഴ്സ് കഫേ. താങ്ക് യു. നല്ല ടേസ്റ്റ്. ആരും ഒടിച്ചതിന്റെ ബാക്കിയാണാവോ? ടെക്സ്റ്റ് ചെയ്യുന്ന പോലെ അഭിനയിക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ കലാപരിപാടികൾ തീർന്നിരിക്കുന്നു. എനിക്ക് ഇവിടുന്ന് 1/2 മണിക്കൂർ. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ തീർന്നിരിക്കുന്നു. ലെറ്റ്സ് ഗോ ഹോം. അപ്പോൾ ദീപ് നേരെ അങ്ങനെ വിടും, നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വിടും. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ലെറ്റ്സ് ഗോ ഹോം. ഇനി 31 മിനിറ്റ് നാട്ടിലോട്ട് നിന്ന് വീട്ടിലോട്ട് 31 മിനിറ്റ്. നമ്മളിപ്പോൾ ഇപ്പോഴും ജുമേറ സ്ട്രീറ്റിൽ തന്നെ ഉള്ളത്. ഇവിടുന്ന് നേരെ പിടിച്ച് നേരെ വീട്ടിൽ പോകുന്നു, റെസ്റ്റ് എടുക്കുന്നു.
ലെറ്റ്സ് ഗോ ഹോം. പൈസ തുറന്നു കൊടുക്കാം കുറച്ച്. അവിടെ ഒന്നും മറന്നു വെച്ചില്ലായിരിക്കും. ഹെൽമെറ്റ് എടുത്തു, 2 ഫോൺ എടുത്തു, ഒരു ഫോൺ ഇരിക്കുന്നു, ഒരു ഫോൺ പോക്കറ്റിലുണ്ട്. ഇപ്പോൾ കാര്യമായിട്ടൊന്നും അവിടെ നിന്ന് എടുക്കാനില്ല. ദുബായ് നൈറ്റ് റൈഡ്, ലെറ്റ്സ് ഗോ. പമ്പുണ്ട്. എണ്ണ അടിക്കണമോ? വേണ്ട, എണ്ണ അടിക്കണ്ട, എണ്ണയുണ്ട്. ബൂം. ഫ്രണ്ടിലേക്ക് എടുക്കണോ വേണ്ടയോ? സൈഡിൽ കൂടെ പോയാൽ ചിലപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടെ പോയാൽ ഫ്രണ്ടിലേക്ക് എടുക്കാൻ 100% പറ്റും. പക്ഷെ എന്നാലും വേണ്ട, എന്തിനാ. ഇനി നമ്മൾ ഏകദേശം 11 മണിയാകും വീട്ടിലെത്തുമ്പോൾ. വീട്ടിലെത്തി ഒരു കുളിയൊക്കെ കുളിച്ച് സെറ്റായി ഇന്നത്തെ പരിപാടികൾ അതോടെ നമ്മൾ എൻഡ് ഓഫ് ദ റൈഡ് ആക്കുന്നുണ്ട്. എൻഡ് ഓഫ് ദ റൈഡ്. ഇയാളെന്ത് ചെയ്യുന്നു? ഓ, ഡിക്കി തുറന്നിട്ടുണ്ടെന്ന് പറയാം അങ്ങനെ അടുത്ത്. അങ്ങനെ ഞാൻ ആ വണ്ടിയുടെ കേട് വന്നു വിചാരിച്ചു. പക്ഷെ സംഗതി വർക്കിങ്ങാ. അവർ ക്ലോസ് ചെയ്യാൻ മറന്നതോ അതോ ക്ലോസ് ആവാത്തതെന്തോ. ചിലപ്പോൾ വണ്ടി എടുക്കുമ്പോൾ പിന്നെ ഓപ്പണോ. ഇത് അരിച്ച് എത്തുമ്പോഴേക്കും ഇവിടെ സിഗ്നൽ തീരും മിസ്റ്റർ. നൈസായിട്ട് സൈഡിൽ കൂടെ കയറി. ഓൾറൈറ്റ് ഫെലോസ്, വെൽക്കം ടു ദുബായ് ഡൗൺ ടൗൺ. എന്താ രസം. നമ്മുടെ റൈറ്റ് സൈഡിലാണ് സിറ്റി വാക്ക്, ദുബായ് സിറ്റി വാക്ക്. നേരെ സ്ട്രെയിറ്റ് നമ്മൾ കാണുന്ന ആ സ്കൈലൈൻ മൊത്തം ദുബായ് ഡൗൺ ടൗൺ. റൈറ്റ് സൈഡിലാണ് സിറ്റി വാക്ക്. നമുക്ക് ഒരു സിറ്റി വാക്ക് റൈഡ് ചെയ്യാം. നൈറ്റാണ് സിറ്റി വാക്ക് റൈഡ് ചെയ്യാൻ രസം. ആ ലൈറ്റ്സ് എല്ലാം കാണുന്നത്, ലൈറ്റ്സ് എല്ലാം കണ്ടുകൊണ്ട് റൈഡ് ചെയ്യണം. ആരാ ലൈറ്റ് അടിക്കുന്നത് ബാക്കിൽ നിന്ന്? പ്രശ്നം എന്തുവാ? എല്ലാവർക്കും എവിടെ പോകണം? ഇയാൾക്ക് ലെഫ്റ്റ് പോകണം, ഇയാൾക്ക് റൈറ്റും പോകണം. കഴിഞ്ഞില്ലേ? എന്ത് കഷ്ടം നോക്കണം. റോഡിലൊരു ക്ഷമ എന്ന് പറയാം. ദേ നീണ്ടു നിവർന്ന് കിടക്കുന്നു ബുർജ് ഖലീഫ. ഷോ, എത്ര കണ്ടാലും 10 വർഷം ആവാറായി ഇവിടെ ദുബായിൽ. എന്നാലും ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക രസമോ. ഇതാണ് നമ്മൾ ബൈക്ക് എടുത്താലുള്ള ഒരു ഗുണം. ട്രാഫിക്കിൻ്റെ ഇടയിലൂടെ ഒരുവിധം ഒക്കെ നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന. അതെ, ഒരു വണ്ടി അവിടെ പണി കിട്ടിയെന്ന് തോന്നുന്നു. ബ്രേക്ക് ഡൗൺ ആയി. ഈ വഴിയിൽ വണ്ടി കുടുങ്ങുക എന്ന് പറഞ്ഞാൽ അത്രയും ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വേറെ ഇല്ല. എസ്പെഷ്യലി ഈ ചൂടും എല്ലാം കൂടെ. അതും വൈകുന്നേരം എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് എങ്ങനെയും വീട്ടിലെത്തി റിലാക്സ് ചെയ്ത് നിൽക്കുക. അതിൻ്റെ ഇടയിൽ വണ്ടി പോകുന്ന വഴിക്ക് കിടന്നു. അയ്യോ, ഒരു സമാധാനമുള്ളൂ. ബൈക്ക് ആയതുകൊണ്ട് ട്രാഫിക്ക് നമ്മളെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യില്ല. ചെറിയ രീതിയിലുണ്ടാവും. ഒരുവിധം നമ്മൾ അങ്ങോട്ട് എത്തും. എങ്ങനെയാണ്? വി ആർ ഓൾമോസ്റ്റ് ഹോം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഇതൊക്കെ എന്തോ ഈ ബിൽഡിംഗ് ഒക്കെ ഇതിന് മുന്നേ വ്ളോഗ് കണ്ടവർക്ക് അറിയാം. ഈ ബിൽഡിംഗ് ഒന്നും ഇവിടെ ഇത്ര പെട്ടെന്ന് വന്നില്ലായിരുന്നു. നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുന്നൊന്നും ഈ ബിൽഡിംഗ് ഇത്രയും ആയില്ല. ദുബായിലെ കൺസ്ട്രക്ഷൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ലെവൽ തന്നെയാണ്. നൂണ് വണ്ടി നേരെ എൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ വാ. എന്തിനാ പണിയാവുന്നത്? എനിക്കിതൊന്ന് തുറന്നു തരാമോ പ്ലീസ്? നമ്മൾ നല്ല നൈസായിട്ട് ഇയാളെ പുറകിൽ കൂടെ കയറിയുണ്ട്. അങ്ങനെ വി ആർ ബാക്ക് ഹോം. അപ്പോൾ എന്നും ചെയ്യുന്ന പോലെ ഇന്ന് കറക്കി അടിക്കണ്ടല്ലോ. ഇന്ന് നമുക്ക് നമ്മുടെ പാർക്കിംഗ് ഉണ്ടല്ലോ. കാരണം നമ്മുടെ കാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കാറിൻ്റെ പാർക്കിംഗ് ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ ബൈക്ക് കൊണ്ട് കയറ്റിയിടും. ഓക്കെ, ഗോ ബാക്ക്, ടേക്ക് ഇറ്റ് ഈസി, ലെറ്റ്സ് ഡു ഇറ്റ്. ഗ്ലൗ ഊരാം. നമ്മുടെ ഓസ്മോ ഹോക്ക് 3 സെറ്റ് ചെയ്യാം. എന്നിട്ട് സൈൻ ഓഫ് നമുക്ക് ഇതിൽ നിന്നാക്കാം. ഈ ഗിംബൽ മിക്കവാറും ഞാൻ അതിൻ്റെ പണി തീരും. ഈ ക്യാമറയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പോകാം. അങ്ങനെ റൈഡ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. ജാക്കറ്റ് എന്തായാലും മേലെ കൊണ്ടുപോകണം. അപ്പോൾ ജാക്കറ്റ് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ബേസിക്കലി ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ ഗ്ലൗസ് നേരെ തിരിച്ച് നമുക്ക് ഇതിലോട്ട് തന്നെ വയ്ക്കാം. വണ്ടിയിൽ വയ്ക്കാം. ഗ്ലൗസ് അല്ലല്ലോ വെക്കേണ്ടത്. നമ്മൾ ഓർഡറൊക്കെ മറന്നു പോയിട്ടോ. ബോക്സ് വെക്കാൻ കഴിഞ്ഞ്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ക്യാമറ എടുത്ത് വെച്ചു, വണ്ടിയിൽ നിന്ന് കീ ഊരണം, ഫോൺ ഊരി. അപ്പോൾ ഗൈസ്, അത്രയായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അതായത് അപ്പോൾ ഇനി വെള്ളിയാഴ്ച നമുക്ക് ജബൽ ജെയ്സ് റൈഡാണുള്ളത്. അപ്പോൾ 3-4 പേരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ജബൽ ജെയ്സ് ഒക്കെ പോയി. അപ്പോൾ ഇനി ആ റൈഡിന് കാണാം. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.